Good morning, children. Take the lesson 6, working with the multiple sprites. നമ്മളത് ഒന്ന് രണ്ട് ക്ലാസ്സിൽ അത് പരിചയപ്പെട്ടതാണ്. ഒന്നും കൂടെ അത് ലെറ്റ്സ് റിവൈസ്. അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് നെക്സ്റ്റ് ഇതിൽ നിങ്ങൾക്ക് ഇടുന്നതാണ്. നമ്മൾ സ്കൂളിലെ സിസ്റ്റത്തിൽ ആ സോഫ്റ്റ്വെയർ ഇല്ല, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വർക്കിംഗ് വിത്ത് മൾട്ടിപ്പിൾ സ്പ്രൈറ്റ്സിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് ഒന്നും കൂടെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ക്ലാസ് തന്നെ ഒന്നും കൂടെ ശ്രദ്ധിക്കാം. സ്ക്രാച്ച് ഈസ് എ ഫ്രീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സ്ക്രാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ആൻ ഈസി ലാംഗ്വേജ് ക്രിയേറ്റഡ് ഫോർ ചിൽഡ്രൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് കുട്ടികൾക്ക് പഠിക്കാനായിട്ട്, കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് പഠിക്കാനായിട്ട്. It is compatible with both the Windows and Linux operating system. Windowsum Linuxum operating system use ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. In the previous class you have learned about many parts of the Scratch window such as Sprite, Stage, Blocks, Palette, Script Area and Script. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പഠിച്ചു മെനി പാർട്സുകൾ. ഏതൊക്കെയാണ് സ്ക്രാച്ച് വിൻഡോയിൽ? ഏതൊക്കെയാണ്? സച്ച് ആസ് സ്പ്രൈറ്റ്, സ്റ്റേജ്, ബ്ലോക്സ്, palette, script area and script. You will now learn about some more parts of the scratch window. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഓണാക്കി കഴിഞ്ഞാൽ കാണുന്ന സ്ക്രാച്ച് വിൻഡോ ആണിത്. അപ്പോൾ ഈ സ്ക്രാച്ച് വിൻഡോ ഈ പിക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ക്ലാസ് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് സ്പ്രൈറ്റ് ഹീഡർ പെയിൻ, ബ്ലോക്ക് പാലറ്റ്, സ്പ്രൈറ്റ്സ് ഏരിയ എന്ന് പറയുന്നത്, കേഴ്സർ ടൂള്, ഗ്രീൻ ഫ്ലാഗ്, സ്റ്റോപ്പ് ബട്ടൺ, സ്റ്റേജ് മോഡ് ബട്ടൺ, സ്റ്റേജ്. ഇതാണ് പാർട്സ് ഓഫ് ദ സ്ക്രാച്ച് വിൻഡോ. ഇത്രയും ഈ ഭാഗമാണ് നമ്മൾ സിസ്റ്റം ഓപ്പൺ ആക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പാർട്സുകളുമാണ് ടെക്സ്റ്റിൽ കാണിക്കുന്നത്. ടേൺ ദ ലെസൺ, ടേൺ ദ പേജ്. സം മോർ പാർട്സ് ഓഫ് ദ സ്ക്രാച്ച് വിൻഡോ. ഇനി കൂടുതലായിട്ടുള്ള പാർട്സുകളൊന്ന് സ്പ്രൈറ്റ് കേഴ്സർ ടൂള്. എന്താണ് സ്പ്രൈറ്റ് കേഴ്സർ ടൂൾ? നോക്കൂ. ദ സ്പ്രൈറ്റ് കേഴ്സർ ടൂൾ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്ക്രാച്ച് വിൻഡോ. അണ്ടർലൈൻ ദ സെൻറ്റൻസ്. സ്പ്രൈറ്റ് കേഴ്സർ ടൂൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ടോപ്പ് ഓഫ് ദ സ്ക്രാച്ച് വിൻഡോ. ദ സ്പ്രൈറ്റ് കേഴ്സർ ടൂൾ ആണ് കാണിക്കുന്നത്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്? ഇതിൻ്റെ സ്ക്രാച്ച് വിൻഡോൻ്റെ ഏറ്റവും മേലെ. ഏതൊക്കെയാണ്? ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ്, ഡെലിറ്റ്, ഗ്രോ, ഷ്രിങ്ക്. ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ചുരുക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. The 4 tool buttons in this section are used to duplicate, delete, grow and shrink a sprite. Underline the sentence. The 4 tool buttons in this section. ആ സെക്ഷനിൽ 4 ബട്ടൺസ് ആണുള്ളത്. ആർ യൂസ് ടു എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ്, ഡെലിറ്റ്, ഗ്രോ ആൻഡ് shrink a sprite. Clicking on one tool changes the mouse pointer to the icon of that tool. To use a tool, click on it and then click on the sprite on the stage. You can use a tool multiple times on a sprite. Next is stage mode. Stage mode നോക്കുക. Stage mode buttons ആണ്. ഒന്ന് switch to small stage, switch to full stage, switch to presentation mode. അപ്പോൾ 3 സ്റ്റേജുകളാണ് സ്റ്റേജ് മോഡായിട്ട് കൊടുത്തിട്ടുള്ളത്. ദ സ്റ്റേജ് മോഡ്സ് ബട്ടൺസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദ സ്റ്റേജ്. അണ്ടർലൈൻ ദ സെൻറ്റൻസ്. എവിടെയാണ് സ്റ്റേജ് മോഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്? ടോപ്പ് റൈറ്റ് കോർണർ, മുകളിൽ റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യു ക്യാൻ യൂസ് ദീസ് ബട്ടൺസ് ടു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. എന്തിനാണ് നമ്മൾ ആ ബട്ടൺസ് ഉപയോഗിക്കുന്നത്? ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്, വലുതാക്കാനും ചെറുതാക്കാനും, സൈസുകൾ വലുതാക്കാനും ചെറുതാക്കാനുമാണ്. ഡിക്രീസ് ദ സൈസ് ഓഫ് ദ സ്റ്റേജ് ആൻഡ് switch the stage of presentation mode. Ni sprite header pane. The sprite header pane gives information about the selected sprite and some tools into manipulate the sprite. Sprite header pane ആണ് കാണുന്നത്. സ്ക്രിപ്റ്റ്സ്, കസ്റ്റംസ്, സൗണ്ട്സ്. സ്ക്രിപ്റ്റ്, കസ്റ്റംസ്, സൗണ്ട്. The selected sprite can be manipulated by pressing one of the following button. ഒന്ന് ലോക്ക്, 2 സർക്കുലർ ആരോ, 3 ലൈനിയർ ആരോ. ഇറ്റ് ഡിസേബിൾസ് റൊട്ടേഷൻ. 4. You can change sprite's name by clicking on the box that contains the sprite's name. The sprite header pane also shows the sprite X or Y coordinates as well as direction.
The Sprite header pane contains the script, customs and sounds tabs. You can select any of them. The Sprite list and stage icon ആണ് നെക്സ്റ്റ് പിക്ചറിൽ കാണിക്കുന്നത്. The Sprite list and stage icon are located below the stage. അതെവിടെയാണ് കാണിക്കുന്നത്? ലൊക്കേറ്റ് ചെയ്യുന്നത് below the stage, അടിയിൽ. Underline the sentence. The Sprite list and stage icon are located. Sprite ലിസ്റ്റും സ്റ്റേജ് ഐക്കണും ലൊക്കേറ്റ് ചെയ്യുന്നത് below the stage. If you click on the stage icon, you will find the background tab in place of the costumes tab. You can use this tab to import a background of your choice. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചോയ്സ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. Adding a new sprite on the stage. The new sprite section is located at the bottom of the stage. New sprite എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? സെക്ഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ബോട്ടം ഓഫ് ദ സ്റ്റേജ്. ഇറ്റ് ഹാസ് 3 ബട്ടൺ. അതിന് 3 ബട്ടൺസ് ആണുള്ളത്. ഈച്ച് ബട്ടൺ ക്യാൻ ബി യൂസ് ടു ആഡ് ന്യൂ സ്പ്രൈറ്റ് ഓൺ ദ സ്റ്റേജ്. ഒന്ന് പെയിൻറ്റ് ന്യൂ സ്പ്രൈറ്റ്, ചൂസ് ന്യൂ സ്പ്രൈറ്റ്, ഗെറ്റ്സ് സർപ്രൈസ് സ്പ്രൈറ്റ്. ഇനി പെയിൻറ്റ് ന്യൂ സ്പ്രൈറ്റിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. യു ക്യാൻ പെയിൻറ്റ് യുവർ ഓൺ സ്പ്രൈറ്റ് ഫോർ എ പ്രൊജക്റ്റ്. ക്ലിക്ക് ഓൺ ദ പെയിൻറ്റ് ന്യൂ സ്പ്രൈറ്റ് ബട്ടൺ ഫ്രം ദ ന്യൂ സ്പ്രൈറ്റ് സെക്ഷൻ. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യാനാണ്. ഇതാണ് ദ പെയിൻറ്റ് എഡിറ്റർ വിൻഡോയിൽ. അപ്പോൾ നമുക്ക് ചിത്രങ്ങൾ നോക്കാം. സ്റ്റേജിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തത് ചൂസ് ന്യൂ സ്പ്രൈറ്റ് ഫ്രം ഫയൽ. ഇവിടെ നമുക്ക് ഓരോ ഫയലുകൾ എടുത്തിട്ടുണ്ട്. ആ ഫയൽ സൂക്ഷിച്ച് നോക്കുക. ഒന്നിൽ ആനിമൽസ്. അപ്പോൾ ആ ആനിമൽസ്, ആ ഓരോ ഫയൽ 6 ഫയൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഫയൽ നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് ആ ഫയലിൽ നിന്ന് കിട്ടും. ഒന്നിലെന്താണ്? ആനിമൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആനിമൽസിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആനിമൽസ് ക്ലിക്ക് ചെയ്താൽ അതിൽ ഇഷ്ടം പോലെ ആനിമൽസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഫാൻറ്റസി. ഫാൻറ്റസി എന്താണ്? സിൻഡ്രല്ല, അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോറീസൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇതായിട്ട് ചെയ്യാനാണ് ഫാൻറ്റസി നമ്മൾ ഉപയോഗിക്കാം. പിന്നെ ലെറ്റേഴ്സ്, അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പീപ്പിൾ, ആൾക്കാർ, ഇപ്പോൾ ഇമോജി ഓരോ കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തിങ്സ്, എന്തെങ്കിലും വസ്തുക്കൾ, സാധനങ്ങൾ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ബസ്, കാറ്, ലോറി, സ്കൂട്ടർ, ബൈക്ക്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഓരോ ഫോൾഡറുകളാണ് അതിൽ കൊടുത്തിട്ടുണ്ട്. ചൂസ് ന്യൂ സ്പ്രൈറ്റ് ഫ്രം ഫയൽ. ഓരോ ഫയലിന് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് എ ന്യൂ സ്പ്രൈറ്റ്. ഡ്രോയിങ് ചെയ്യാനും പെയിൻറ്റിങ് ചെയ്യാനും ആണ് നമ്മൾ ന്യൂ സ്പ്രൈറ്റ് യൂസ് ചെയ്യുന്നത്. അതിൽ സെലക്ടിങ് എ ഫോൾഡർ ഫ്രം ന്യൂ സ്പ്രൈറ്റ് ഡയലോഗ് ബോക്സ്. അതിലൊരു ഡയലോഗ് ബോക്സിൽ സെലക്ട് ചെയ്യാം. 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കിട്ടും. ഇപ്പോൾ സെലക്ടിങ് എ സ്പ്രൈറ്റ്, ഇപ്പോൾ ആനിമൽസ് ആണെങ്കിൽ ആനിമൽസിന് കിട്ടും. ഡ്രാഗൺ ഫ്ലൈ കണ്ടില്ലേ, ഫെയറി ടെയിൽസ്. പിന്നെ സെലക്റ്റഡ് സ്പ്രൈറ്റ് ഓൺ ദ സ്റ്റേജ്. ഇപ്പോൾ നമ്മളൊരു കാർട്ടൂൺ പിക്ചേഴ്സൊക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെടുക്കുക. അപ്പോൾ ഈ 6 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. ലെറ്റ്സ് റിവ്യൂ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അതൊന്നും കൂടെ റിവൈസ് ചെയ്യാം. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ സ്പ്രൈറ്റ് കഴ്സർ ടൂൾസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ, എവിടെയാണ് സ്പ്രൈറ്റ് കഴ്സർ ടൂൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? ടോപ്പ് ഓഫ് ദ സ്ക്രാച്ച് വിൻഡോ. സ്ക്രാച്ച് വിൻഡോൻ്റെ മുകളിൽ. ദ ഡാഷ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പ്രൈറ്റ്. സ്പ്രൈറ്റിൽ ഇൻഫർമേഷൻ തരുന്ന ആരാണ്? സ്പ്രൈറ്റ് ഹീഡർ പെയിൻ. ആരാണ്? സ്പ്രൈറ്റ് ഹീഡർ പെയിൻ. തേർഡ് വൺ, ദ ഡിഫോൾട്ട് നെയിം ഓഫ് ദ സ്പ്രൈറ്റ് ഷോൺ ഓൺ ദ സ്പ്രൈറ്റ് ഹീഡർ പെയിൻ ഇൻ സ്പ്രൈറ്റ് 1. The tabs that the sprite header pane contains include script, costumes. ഏതാണ് contain ഉള്ളത്? Costumes. The dash option helps you to choose a new sprite from folders. New sprite selection. ന്യൂ സ്പ്രൈറ്റ് സെലക്ഷനിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ന്യൂ സ്പ്രൈറ്റ് ഫോൾഡേഴ്സ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ അത്രയും വരെ വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ ഇടുന്നതാണ്. ഇവിടെ സിസ്റ്റത്തിൽ അത് സോഫ്റ്റ്വെയർ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അത് ചെയ്യാൻ സാധിക്കാത്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ചെയ്ത് തന്നിട്ട് തരുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.